ചേട്ടാ, ഇന്നത്തെ നിയമസഭയിലെ കോലാഹലങ്ങൾ കണ്ടിരുന്നോ? അതായത് നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭരണകൂടം എല്ലാം കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു വൻ ആക്ഷൻ ത്രില്ലർ ആയിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. പക്ഷെ അതേ സമയം തന്നെ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഒക്കെ ഇതിൽ പങ്കാളികളാണെന്ന് അറിയുമ്പോൾ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് എന്നാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത്? അല്ല, ഇതിന് പുതുമയൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒട്ടും തന്നെ പാടില്ല. കാരണം അവര് മുമ്പും നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറ്റിച്ചിരിക്കൊണ്ടിരിക്കുകയുമാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, കോൺഗ്രസ് പറഞ്ഞു വിശ്വാസികളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ആരെങ്കിലും തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും ഭക്തജനങ്ങൾ മാത്രമേ ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങി എന്തെങ്കിലും സമരം അവർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആകെ കൂടി നമ്മൾ കണ്ടിട്ടുള്ളത് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ K സുധാകരന്റെ ഒരു ഡയലോഗ് മാത്രമാണ്. എന്റെ ദേഹത്ത് തൊട്ടിട്ടേ നിനക്ക് അവരുടെ ദേഹത്ത് തൊടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി ഡയലോഗ് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ വേറൊരു ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റണ്ടുകളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് ഇലക്ഷനിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഗുണം കൈപ്പറ്റുന്നത് മാത്രമേ അവര് ഗുണം മാത്രം അവർ കൈപ്പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ അതിലേക്കൊരു ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോഴും ഈ ഒരു ഗിമ്മിക്കെല്ലാം അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്നത് മാത്രമാണ്. നമുക്കറിയാമല്ലോ, സോണിയാഗാന്ധിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കൊന്നും തന്നെ കഴിയില്ല. കാരണം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറയുമെന്നുണ്ടെങ്കിലും അവരെ ആ ഒരു കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതൊന്നും യാതൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടും ജഗൻമോഹൻ റെഡ്ഡിയെ പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തികളാണ് ഇവരൊക്കെ. അതിനുശേഷം അദ്ദേഹം മുന്നണി വിട്ടു പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒക്കെ പുറകെ പിന്നീട് കാല് പിടിച്ചു പോകേണ്ടി വന്നു. അത് മറ്റു കാര്യം. അപ്പൊ അങ്ങനെ നിസ്സാരക്കാർക്കൊന്നും കാണാൻ കഴിയാത്ത ഒരു വ്യക്തിയെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയില്ലേ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ഇതൊക്കെ വിവാദമായി കത്തിപ്പടരുന്നൊന്നുമില്ല. അതായത് ഈ രണ്ടിലും, അതായത് ഈ ഇടതിനും വലതിനും സപ്പോർട്ട് ചെയ്യാത്തവർ മാത്രമേ ഇന്ന് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ. അതാണ് സത്യം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായിട്ടും അടൂർ പ്രകാശുമായിട്ടൊക്കെ ഈ ഒരു ബന്ധം പുലർത്തിയത് കൊണ്ട് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലൊന്നും ഉത്തരം തരാതെ അതിലെല്ലാം ഉരുണ്ട് കളിച്ചിട്ട് ഇന്ന് ഈ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിയമസഭയിൽ പോയി ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നതിനെ എങ്ങനെ നോക്കി കാണാനാണ്? ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ്. അത് പക്ഷേ ഇത്രത്തോളം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരുന്നത് തെരഞ്ഞെടുപ്പാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആ മുമ്പ് ലഭിച്ച സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ള അതേ ഒരു ടെക്നിക്കാണ് ഇനിയും ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളായതുകൊണ്ട് അതൊരു പക്ഷെ നടന്നേക്കാം. സ്വാഭാവികമായിട്ടും അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അതൊക്കെ നടത്താനാണ് ചാൻസ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അടൂർ പ്രകാശുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളതെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവണമല്ലോ, ഈ മുരാരി ബാബു എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ തന്നെ NSSുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പെരുന്നയിലെ അദ്ദേഹത്തിന്റെയൊക്കെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഈ NSS നേതൃത്വവുമായിട്ടൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഭൂരിപക്ഷം പേർക്കും നല്ല അടുപ്പമുള്ളതല്ലേ. അപ്പൊ അതുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ലിങ്കും പൊരുത്തക്കേടുകളൊക്കെ കാണുന്നതല്ലേ. പക്ഷെ ഇന്ന് ആ ഒരു ജനറൽ സെക്രട്ടറി നിലപാട് മാറ്റിയതിന് പിന്നിലും ഒരുപാട് കാരണങ്ങൾ കാണുന്നില്ലേ. അപ്പൊ അതും ഇതുമായിട്ടൊക്കെ കൂടി ചേർക്കുമ്പോൾ പലതരത്തിലുള്ള ലിങ്കും നമുക്ക് മനസ്സിലാകുന്നില്ല. മുമ്പ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിനെയും UDFനെയും ആയിരുന്നു വളരെ സമദൂരം എന്ന് പറയുമെങ്കിലും പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ടൊരു നിലപാടൊക്കെ എടുക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധി അയക്കുന്നു. അതും അദ്ദേഹവും മുരാരി ബാബുവും ആയിട്ടുള്ള ലിങ്കും ഒക്കെ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പൊഴുത്തക്കേടുകൾ കാണുന്നില്ലേ? തീർച്ചയായും. എന്തായാലും ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത്, അതായത് ഇലക്ഷന്റെ ഒരു 1-2 മാസം മുമ്പ് ഈ രണ്ട് കൂട്ടരുടെ ഇത്തരത്തിലുള്ള എന്താ പറയാ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ക്ലാസ് കൊടുക്കാൻ പാടില്ല. അതിനുള്ള അർഹത പോലും ഇല്ല. അത്തരത്തിലുള്ള വേഷം കെട്ടലുകളൊക്കെയാണ് ഇവര് ഈ അടിച്ചു വിടുന്നത്.
ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ശബരിമലയെ ഉയർത്തിക്കാട്ടി. അത് സത്യം പറഞ്ഞാൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ശബരിമലയെ കൊള്ളയടിക്കാനും ശബരിമല വെച്ചിട്ട് വോട്ട് പിടിക്കാനും മാത്രമേ ഇറങ്ങി. അല്ല, ഞാൻ ആലോചിച്ചു പോകുന്നത് കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ വിലക്ക് കൊളുത്താൻ മടിയുണ്ടായിരുന്ന മന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയാണ് ഇന്ന് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട്, ആ മന്ത്രിസഭയിലെ അതേ അംഗങ്ങളും അതേ പാർട്ടിയിൽപ്പെട്ട കുറെ വ്യക്തികളുമാണ് എന്തോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൽ തന്നെ നമുക്ക് പൊരുത്തക്കേടുകൾ തോന്നുന്നില്ലേ? അവരുടെ അജണ്ട അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അപ്പൊ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവരെന്തും മാറ്റി പറയും, എന്തും തിരുത്തും. അതിപ്പോ നമ്മുടെ യുക്തിവാദി സർക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണെങ്കിലും അയ്യപ്പനെ ശരണം വിളിക്കാനും പറ്റില്ല. അയ്യപ്പനെതിരെ സംസാരിച്ച ഞാൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രിയാണ് ഇത്തവണ അയ്യപ്പ മഹാസംഗമൊക്കെ നടത്തി അവിടെ ആരും എത്തിയിട്ടില്ലെങ്കിലും അതിനുവേണ്ടി കോടികൾ പൊടി പിടിച്ചത്. പിന്നെ അതും കൂടാതെ ഇതേ യുക്തിവാദി സർക്കാരിന്റെ ഈ പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് മധുരയിൽ ഇവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ഭാര്യയും മകളും പോയി ശനീശ്വരന് വേണ്ടിയിട്ട് തഞ്ചാവൂരില് വേണ്ടിയിട്ട് ശത്രുസംഹാര പൂജയോ ദോഷപൂജയോ എന്തൊക്കെയോ പൂജകൾ. അതോടൊപ്പം തന്നെ അവരുടെ പ്രമുഖമായിട്ടുള്ള നേതാവാണല്ലോ മറ്റേ ഉണ്ണികൃഷ്ണൻ പൊതുവാളിനെ പോയി കണ്ടതും എല്ലാം തന്നെ. അപ്പോൾ ഈ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണെന്നുള്ളത് ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുമല്ലോ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 10-50 വർഷക്കാലം കേന്ദ്രം ഭരിച്ചിരുന്നത് UPA ഗവൺമെന്റ് തന്നെയാണല്ലോ. അപ്പൊ UPA ഗവൺമെന്റ് വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പ്ലാനൊക്കെ ഡെവലപ്പ് ചെയ്യാമായിരുന്നല്ലോ. ഇന്ന് അത് മാത്രമല്ല, സംസ്ഥാനം ഭരിച്ചതും ഇരു മുന്നണികളും ചേർന്നാണല്ലോ സംസ്ഥാനവും ഭരിച്ചത്. എന്ത് പ്രവർത്തനമാണ് അവർ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? വിശ്വാസികൾ ദാനം ചെയ്ത സ്വർണം കൊണ്ടാണ് ഇന്നത്തെ ശബരിമല ഇങ്ങനെയായിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കിട്ടിയ പണം മൊത്തം ഈ വിശ്വാസികളുടെ പണമാണ്. പമ്പയിലൊക്കെ മാലിന്യത്തിന്റെ കൂമ്പാരമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, മാലിന്യത്തിന്റെ കൂമ്പാരമാണ്. അതൊന്നും ശരിയാക്കാനോ അതൊന്നും വൃത്തിഹീനമായിട്ട് ഇന്നും തുടരുകയാണ്. അപ്പൊ ഇതിനെ ഒന്നും വളരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനോ ഒന്നും ഈ സർക്കാരുകൾക്കോ മുന്നേ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി പ്രൊസീജിയേഴ്സ് നടപ്പാക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതിന്റെ നേരുദാഹരണമാണ് അവിടുത്തെ ഒരു ദാരുണമായിട്ടുള്ള സ്ഥിതി നമ്മളിന്ന് കാണുന്നത്. അപ്പൊ അത് മാത്രമല്ല, ആറന്മുള എയർപോർട്ടൊക്കെ മുന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളതായിരുന്നു. അതൊക്കെ ഇങ്ങോട്ട് പോയി എന്നുള്ളത് പോലും നമ്മൾ കണ്ടിട്ടില്ല. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ പോലും അവിടെ ഇല്ല. അതൊക്കെ ഇപ്പൊ നടപ്പിലായിക്കൊണ്ട് ശബരി റെയിലുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പോലും എങ്ങും എത്തിയിട്ടില്ല. അത് ഇനി ശബരി റെയിൽ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് വേണം. അങ്ങനെ കിഫ്ബിയിൽ നിന്നുകൊണ്ട് ഫണ്ട് എടുത്തിട്ട് എന്നിട്ട് അവര് ചെയ്യുന്നത് അത് സംസ്ഥാനത്തിന്റെ പൊതു കടത്തിലേക്ക് കൂട്ടാതെ അവര് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ട് പുറമേ നിന്നുള്ള കടമായിട്ട് കൂട്ടണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത്. അതിന്റെയും ബാധ്യത ജനങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവും ഓഫ് ബഡ്ജറ്റ് വിധമായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും. ജനങ്ങളുടെ നികുതിയിൽ നിന്ന് തന്നെ തിരിച്ചടവ് വേണം, എന്നാൽ ഓഫ് ബഡ്ജറ്റ് ആയി നിലനിർത്തുകയും വേണം. അങ്ങനെ ഒരുപാട് പൊള്ളത്തരങ്ങളാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ അതിന്റെ തലമുറയെയൊക്കെ പണയം വെച്ചുകൊണ്ടാണ് ഇവർ ഇത് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലും ഓക്കെ, ഇതുവരെ നമുക്ക് ഇവരെ കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ ഉള്ളതാണെങ്കിൽ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നുമില്ല. ജനങ്ങളാണെങ്കിൽ ഇതിപ്പോഴും തിരിച്ചറിയുന്നുമില്ല. ഇവർ കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൊള്ളത്തരങ്ങളോ മണ്ടത്തരങ്ങളോ ഒക്കെ കണ്ട് അതിൽ പോയി അത്രയും വിലപ്പെട്ട അവരുടെ വോട്ട് ഈ വിവരം കെട്ട സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവരം കെട്ട പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമാണല്ലോ. അത് ഒരുപക്ഷെ അങ്ങനെ ആ ഒരു മനസ്സാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അത് ഇനിയെങ്കിലും എന്തെങ്കിലും മാറട്ടെ എന്ന് നമ്മൾ കരുതുന്നു. ഇതിന് എല്ലാത്തിനു ശേഷവും നമ്മൾ പറയുന്ന വാക്കാണ് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത്. ഇത്രമാത്രം ഫൂൾസ് ആയിട്ടുള്ള പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തിനെയും അധികാരത്തിലേറ്റാൻ മാത്രമേ ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ്.